ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു പർച്ചേസിങ് വ്ളോഗാണ് കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് ഒരുമിച്ചാണ് നമ്മൾ പോകാറുള്ളത് പർച്ചേസിനൊക്കെ. പക്ഷേ ഇന്നെന്ന് വെച്ചാൽ അജുവേട്ടൻ പറഞ്ഞു ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വരാം, വണ്ടി പിടിച്ച് വരാൻ പറഞ്ഞിട്ട് കേട്ടോ. ഞങ്ങൾ കുറേ ദൂരം നടന്നു, വണ്ടി കിട്ടിയില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്തു, വീട്ടിൽ വൈഫൈ ഉണ്ടായിരുന്നുകൊണ്ട്. പിന്നെ എൻ്റെ ഫോണിൽ എന്തോ ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് കോൾ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ വഴിയിൽ കുറേ കാവൽ നിന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് ഒരു വണ്ടി വിളിച്ചിട്ട് പോയത് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കാണ് അജുവേട്ടൻ്റെ ഫോൺ വരുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന വേറെ സൂപ്പർ മാർക്കറ്റ്, സ്റ്റാർ ബസാർ വേറെ ആയിരുന്നു. ആൾ നിൽക്കുന്ന വേറെ സ്ഥലത്താണ്, ഞങ്ങൾ നിൽക്കുന്ന വേറെ സ്ഥലത്തായിരുന്നു. പിന്നെ കുറേ പോസ്റ്റ് അടിച്ച് നിന്ന ശേഷം അജുവേട്ടൻ വന്നു. അവസാനം ഞങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ വന്നു കേട്ടോ. കാരണം ആൾ പോയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആളാകുമ്പോൾ വണ്ടിയിലായതുകൊണ്ട് ആൾക്ക് വരാമല്ലോ. അങ്ങനെ അജുവേട്ടൻ വണ്ടിയിൽ വന്നു. നമ്മൾ ടൂ വീലറിലാട്ടോ പോയത് അജുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ നിന്ന്. കാരണം സൂപ്പർ മാർക്കറ്റിൽ പോയി അവരെന്തെങ്കിലും ചീത്ത പറയുമോ, നമുക്ക് നാണക്കേടല്ലേ, മോശമല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നമ്മൾ അത്യാവശ്യം കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സ്, പിന്നെ പാല്, തൈര്, അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വെജിറ്റബിൾസും നമുക്ക് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഒരു 10-15 ദിവസം കൂടി ഉണ്ട് നമുക്ക് നാട്ടിൽ പോകാനായിട്ട്. ഇത് എന്നത്തെ വ്ളോഗാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡിസംബർ 3 ഒരു വ്ളോഗാണ് കേട്ടോ. ഡിസംബർ 4 വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസിനനുസരിച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. ചിലപ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തുക എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഈ ഡേറ്റിൽ നിന്ന് നമുക്ക് പോകാനുണ്ടായിരുന്ന 10-15 ദിവസം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള അത്യാവശ്യം സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ പർച്ചേസിനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്നിട്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ എന്തൊരു വിലയല്ലേ. എന്നിട്ട് തന്നെ 2000 രൂപയോളം ആയി കേട്ടോ. ഇത്ര സാധനങ്ങൾക്ക് മാത്രമായിട്ട് തന്നെ നമുക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. സാധാരണ നമ്മളൊരു ചായയെങ്കിലും കുടിക്കാൻ നിൽക്കാറില്ല കേട്ടോ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇപ്രാവശ്യം എന്തോ ഒന്നിനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അതുകൊണ്ട് ഒരു ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് സാധനം വാങ്ങിച്ചു നേരെ പോയത് വീട്ടിലേക്കാണ്. പിന്നെ ആദ്യക്ക് പ്രൊട്രാക്ടർ വേണമെന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷനറി ഷോപ്പിൽ ആദ്യം മാത്രം പോയിട്ട് വന്നൊന്നല്ലാതെ നമ്മൾ എവിടെയും പോയില്ല കേട്ടോ. ഡയറക്റ്റ് വീട്ടിലാണ് വന്നത്. പിന്നെ വീട്ടിൽ വന്ന് ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് നേരെ വരുന്നത് വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ വീട് എത്തിയപ്പോൾ നമ്മൾ മേളിലോട്ട് കയറുന്നതിന് മുന്നേ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആൻറ്റിയെ കണ്ടു. ആൻറ്റിയോട് സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയാണ് ഇപ്പോൾ കണ്ടത്. ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് വീടെത്തി കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തെന്നുള്ളതും കൂടെ കാണിച്ചു തരാം. അത്യാവശ്യം വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്നിൻ്റെയും പേരൊന്നും നമ്മൾ എടുത്തു പറയണില്ല. എണ്ണ, അതുപോലെ തന്നെ മുളക് പൊടി, കടുക്, ജീരകം, ക്യാപ്സിക്കം, പുതിന, പുതിന ഇല, അതുപോലെ തന്നെ പാലക്കിൻ്റെ ഇല, അങ്ങനെ അത്യാവശ്യം സാധനം ഉണ്ടോ. എണ്ണയൊക്കെ ഒരു പാക്കറ്റ് എടുത്തുള്ളൂ. നാട്ടിൽ പോയിട്ട് വരുന്നവരെ മാത്രം മതി. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അപ്പുറത്തെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതായത് വീട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ നമ്മൾ ഒറ്റ പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. നാട്ടിൽ പോകുന്നത് വരെ എന്നുള്ള ആ ഒരു എയിം വിചാരിച്ചിട്ട് അതുവരെ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അതുപോലെ പനീർ, ബീൻസ് അത്യാവശ്യം വിലക്കുറവിൽ കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേയിട്ട് ബീൻസൊക്കെ നല്ല വിലയൊന്നും നമ്മൾ വാങ്ങിക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെന്താ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്, പയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഇപ്പം നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ കാണിച്ച ചെറിയൊരു കട്ടില്ലേ, അതായത് എൻ്റെ ഫേസ് കാണിച്ച് സംസാരിക്കുന്ന ആ ഒരു ക്ലിപ്പിങ്സിൽ നിങ്ങൾക്ക് എൻ്റെ ചുണ്ടിൻ്റെ മേളിൽ കാണുന്നില്ലേ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ ആണ് അല്ലെങ്കിൽ അല്ലാതെയുള്ള ഡാർക്ക്നെസ് ആണെന്ന്. പക്ഷെ അല്ല കേട്ടോ, തണുപ്പ് കാരണം വന്നൊരു ഡാർക്ക്നെസ് ആയിരുന്നു അത്. ചുണ്ടൊക്കെ പൊട്ടി ഡ്രൈ ആയതിന് ശേഷം അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ട്, ആ കളറ് മാറാനെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പേരയ്ക്ക, അതായത് ഗുവാവ, അതുപോലെ തന്നെ സീതാരങ്ങ, അതുപോലെ ആപ്പിൾ, അതൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറന്നു പോകരുത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്.
അപ്പോൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുപോലെ ക്ഷമയോടെ ഇതുവരെ കാത്തിരുന്ന് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.